എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിന്ന് സേലത്തിനടുത്ത് ഏർക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എൻ്റെ കൂട്ടത്തിലൊരു അണ്ണനുണ്ട്, എ വി മൂർത്തി അണ്ണൻ ഡി എം കെയുടെ ഒരു നേതാവാണ്. ഡി എം കെയുടെ ഒരു നേതാവാണ്. ഇന്ന് ഈ അണ്ണനോടൊപ്പം ഇന്ന് ഇവിടെ ഈ ഏർക്കാട് മുഴുവൻ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടുത്തെ ഒരു കത്തോലിക്ക പള്ളിയാണ് ആദ്യം നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതാണ് കത്തോലിക്ക ചർച്ച്, ഏർക്കാടുള്ള റോമൻ കാത്തലിക് ചർച്ചാണിത്. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒന്ന് ചെല്ലുമ്പോൾ ഈ ചർച്ച് മുഴുവൻ കല്ലുകൊണ്ടാണ് ഈ ചർച്ച് പണിതേക്കുന്നത്. ഇതുണ്ടോ, ഈ ചർച്ച് പണി കഴിപ്പിച്ചിരിക്കുന്നത് 1934-ലാണ്. 1934-ലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതെല്ലാം കല്ലാണ്. ഇതുണ്ടോ, കല്ല് കണ്ടോ. അപ്പോൾ ഇത് ഈ ശർക്കരയും ചുണ്ണാമ്പും ആകാനാണ് സാധ്യത. ഇതുണ്ടോ, ഇത് 1934 പണി കഴിപ്പിച്ചതാണ്. ഇത് മുഴുവൻ കല്ലുകൊണ്ട്, சுண்ணாம்பு வெல்லம், சுண்ணாம்பு வெள்ளத்தில் அப்படி தயார் பண்ணது. ഇത് കണ്ടോ, ஒரு சர்ச்சை இது பண்ணது. சர்ச்சையை வந்து வெளிநாட்டிலேருந்து இங்கே இதுதான் இவர் தான் கட்டுறாரு. അപ്പോൾ ഈ ചർച്ച് ഇവിടെ പണി കഴിപ്പിച്ച വ്യക്തിയാണ് ഇദ്ദേഹത്തിന് ജനനം 1884, 1968 മരിച്ചു. ഇദ്ദേഹമാണ് ഈ ഫാദറാണ് ഈ ചർച്ച് ഇവിടെ പണി കഴിപ്പിച്ചേക്കുന്നത്. ഇതാണ്. അപ്പം നമ്മളിങ്ങനെ ഈ ചർച്ചിൻ്റെ അകത്തോട്ടൊന്ന് കയറുകയാണ്. ഈ ചർച്ചിൻ്റെ അകത്തോട്ട് കയറി, ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സെൻറ്റ് ജോസഫ് പിതാവിൻ്റേതായിട്ടുള്ള ഒരു ഇതാണ്. പിന്നീട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഇതായിട്ടുള്ള രൂപങ്ങളാണ്. അപ്പോൾ ഇതുണ്ടോ, ഇത് യേശു ക്രിസ്തുവിൻ്റെ രൂപമാണ്. ഇതാണ് ഈ ചർച്ചിൻ്റെ അകം. അപ്പം നമുക്കിത് ഇതിൻ്റെ അകത്ത് കയറി ഇതൊക്കെ കാണാനായിട്ടൊക്കെ ഒരു അവസരമുണ്ട്. അപ്പോൾ ഈ അണ്ണൻ്റെ കൂടെയാണ് വന്നേക്കുന്നത്. ഇതുണ്ടോ, നോക്കിക്കേ, അകം ഇതുണ്ടോ. അപ്പോൾ കത്തോലിക്ക ചർച്ചിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണിത്. ചർച്ചിൻ്റെ ഇതുപോലെയുള്ള രൂപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഇത് കണ്ടോ. അപ്പോൾ ഈ ചർച്ചിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു ആത്മീയ അന്തരീക്ഷം, വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതുമാത്രമല്ല, ഈ ചർച്ചിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഇങ്ങനെ ഓരോ ചിത്രങ്ങളുണ്ടാവും. ഈ ചിത്രങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇതാണ് ഈ കുമ്പസാര കൂട്, അല്ലെങ്കിൽ കുമ്പസാരം വയ്ക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് കണ്ടോ. അപ്പോൾ ഇതാണ് ഈ ചർച്ചിൻ്റെ അകത്ത്. ഇത് ഏർക്കാട്, സേലത്തിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ് ഏർക്കാട്. അപ്പോൾ ഇവിടെ ഈ റോമൻ കാത്തലിക് ചർച്ചാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ കത്തോലിക്ക സഭയുടെയൊക്കെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കടന്നുപോയി അവർ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ, ചർച്ചുകൾ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ. ഈ ഏർക്കാടിൻ്റെയൊക്കെ എല്ലാ ശതമാനം ഭാഗവും ഈ കത്തോലിക്ക സഭയുടെ കീഴിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു വൈഡായിട്ടുള്ള ഒരു ഏരിയ ഇവരുടെ കയ്യിലുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്ന മറ്റൊരു കാര്യം, അപ്പോൾ ഈ ചർച്ചിൻ്റെ നടന്ന് ഈ ചർച്ചിൻ്റെ പുറകു സൈഡിലെത്തി. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം ഉണ്ടോ, ഇത് നമ്മളെല്ലാവരും കാണേണ്ട ഒരു സംഭവമാണ്. ഇത് കണ്ടോ, ഇത് ഈ ചർച്ചിൻ്റെ പുറകിലുള്ളൊരു മണിയാണ്. ഇതുണ്ടോ, ബെല്ല്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പള്ളിയിലെ മണി ശബ്ദം കേട്ടാണ് ഞങ്ങളൊക്കെ ഉണർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു മണിയാണ്. ഇത് കണ്ടോ. അപ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ
ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള ഒരു കൺസ്ട്രക്ഷൻ നന്നായിട്ട് എത്ര പെർഫെക്റ്റായിട്ടാണ് ഇവർ ഈ കല്ലുകൊണ്ട് ഇത് പണിതേക്കുന്നതെന്ന് നോക്കിക്കേ. എത്ര പെർഫെക്റ്റായിട്ടാണ് ഈ കല്ലുകൊണ്ട് ഇത് പണിത് വെച്ചിരുന്നത്. ഇത് മണിയാണിത് കണ്ടോ. നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. എത്ര മനോഹരമായിട്ടാണ് ഇതെല്ലാം പണിതേക്കുന്നതെന്ന് നോക്കിക്കേ. ഇത് കണ്ടോ. അപ്പം ഇത് കണ്ടോ, ഈ ചർച്ചിൻ്റെ ഒരു പുറകു സൈഡാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് വിദേശ മിഷണറിമാരിവിടെ വന്നു. അവരിവിടെ വന്ന് അവർ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം നമ്മൾ കാണുന്നത്. ഇനി ഒരു 1000 വർഷം കൂടെ കഴിഞ്ഞാലും ഇതൊക്കെ പിന്നെയും ഇതുപോലെ തന്നെ നിലനിൽക്കും. അതാണ് ഈ കൺസ്ട്രക്ഷൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ചർച്ചിൻ്റെ ഒരു രൂപം കണ്ടോ, ഇത് കണ്ടോ, എത്ര മനോഹരമാണെന്ന് നോക്കി. ഈ ചർച്ചിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരു വലിയ ഈ അന്തരീക്ഷം ഇവിടെ നമുക്കുണ്ടാവും. ഇതുണ്ട് നോക്കി, ഇതുണ്ടോ ഈ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ ഒരു ഗ്രൗണ്ടാണിത്. ഒരു സ്റ്റേഡിയമാണ്. ഈ സ്റ്റേഡിയം ആണിത്. ഇനി അത് മാത്രമല്ല, ഇവിടെ കുറേ രൂപങ്ങളുണ്ട്. ഓരോ രൂപങ്ങൾ ഇവിടെ ഉണ്ട്. ഈ രൂപങ്ങളൊക്കെ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. ഇതുണ്ട്. ഇതാണ് ഈ ചർച്ചിനെ കുറിച്ചുള്ള ഒരു വിവരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇതുണ്ട്. ഇതുണ്ട്. ഇവിടെ വെച്ചേക്കുന്ന ഒരു രൂപം കണ്ടോ. ഇത് നമ്പർ ഇട്ടേക്കുന്നത് 6 എന്നാണ്. അപ്പം 5 രൂപങ്ങൾ ഇതിനു മുമ്പ് വേറെയുണ്ട്. കണ്ടോ, ഇത് കണ്ടോ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ എഴുത്തുകളെല്ലാം തമിഴില്ല. ഇത് കണ്ടോ, എല്ലാ എഴുത്തുകളും തമിഴില്ല. ഇവിടെ ഗ്രൗണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയാലും നമുക്ക് അങ്ങനെ കാണാനായിട്ട് കഴിയുന്നത്. കണ്ടോ, ഏതാണ്ട് ചർച്ചിൻ്റെ ഒരു രൂപമാണിത്. ഓക്കെ, ഇനി അടുത്ത സ്ഥലം നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കാം.